ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഏറ്റവും 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നുണ്ട് 2 കപ്പ്, ഇത്രയുണ്ട് 2 കപ്പ് പൊട്ടറ്റോ ഉണ്ട്. 2 കപ്പ് പൊട്ടറ്റോ എന്ന് പറയുന്നത് വലിയ ഒരു മീഡിയം സൈസിലെ 2 പൊട്ടറ്റോ ആണ്. അത് ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അരി വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും. അത് ഞാൻ ഈ ഇടികരിനകത്തിലൊന്ന് ഇടിച്ചെടുത്തതാണ്. പിന്നെ അതാണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ, അരയില്ല, ഒരു 3/4 ടീസ്പൂണോളം കാണും കുരുമുളക് ചതച്ചത. ഇത് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 2 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, ആ കുരു അതിനകത്തിലുണ്ട്. അതും പിന്നെ 2 ഗ്രാമ്പും കൂടി ഇടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ഇതിൻ്റെ കൂടെ ഇടണം, അന്നേരം നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ. എന്നിട്ട് താണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് ആദ്യമേ, കാരണം ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് തേങ്ങാപ്പാലിനകത്തിലിത് ശരിയാക്കി എടുക്കണം. അപ്പം ഇത്രയും മതി. ഇത് നമുക്ക് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്കൊന്ന് വേവിക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി, നമുക്കിനി അത് തുറന്ന് നോക്കാം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിരിക്കും. അതുകൊണ്ട് കണ്ടോ, പൊട്ടറ്റോ നല്ലോണം ഇച്ചിരി ഉടഞ്ഞിരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു കറി നല്ല കുറുകിയിരിക്കത്തുള്ളൂ. കണ്ടോ, നല്ലോണം വെന്തിരിക്കുക. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, ഗരം മസാലയുടെ മണം. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. എന്താണ്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പാക്കറ്റ് മേടിച്ച തേങ്ങാപ്പാലാണ് കേട്ടോ, അത്ര ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് കൂടുതൽ തിളപ്പിക്കുകയൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇതാണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഇത്തിരി ശകലം ഇച്ചിരി ലൂസായിട്ട് തോന്നിക്കും. അല്പനേരം കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി അതിലേക്ക് ഇതാണ്ട് ഇത്തിരി കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. ഞാൻ ഉപയോഗിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നിങ്ങളും കുറച്ച് അതൊക്കെ ഉപയോഗിക്കണം, എന്നാലും നിങ്ങളുടെ ഹെൽത്തിനൊക്കെ അത് ഭയങ്കര നല്ലതാണ് അതൊക്കെ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു 10 മിനിറ്റ് നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്, വളരെ ഈസി ആൻഡ് ടേസ്റ്റി. ഓക്കെ, എനിക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്